നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ധനുമാസത്തിലെ കൊല്ലവർഷം 1201 ധനുമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ്. കഴിഞ്ഞ ദിവസം സൂര്യസംക്രമവുമായി ബന്ധപ്പെട്ട എല്ലാ സമ്പൂർണ്ണ വിശേഷങ്ങളും ഞാൻ പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകമായി പറയുന്നത് ഓരോ രാശിക്കുറുകാർക്കും എല്ലാ ഗ്രഹങ്ങളുടെയും സ്ഥിതി അനുസരിച്ചിട്ടുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ്. സംക്രമഫലം എന്നാൽ സൂര്യന്റെ സംക്രമം, ഒരു രാശിയിലേക്കുള്ള സംക്രമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഫലങ്ങൾ പറയുന്നത്. ഇത് നവഗ്രഹങ്ങളുടെ സ്ഥിതിയെയും അനുസരിച്ച് സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ്. നമുക്ക് ഓരോരോ രാശിക്കൂറുകാരുടെ പ്രത്യേക നക്ഷത്രഫലത്തിലേക്ക് കിടക്കാം. ആദ്യം മേടക്കൂറിന്റെ നക്ഷത്രഫലത്തെ പറയാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരായിട്ടുള്ളവർക്ക് കുട്ടികളുടെ പഠന കാര്യങ്ങളിലും കലാകായിക രംഗത്ത് പ്രവേശിപ്പിക്കുന്നതിനും ഒക്കെ നല്ല അനുകൂല സമയമാണ്. കലാകാരന്മാർക്ക് നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും അനുകൂല അവസരങ്ങൾ ലഭിക്കുന്നതാണ്. പൊതുവെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായി ഈ മാസത്തെ നമുക്ക് കണക്കാക്കപ്പെടാം. വിദ്യാഭ്യാസ കാര്യങ്ങളിലും വിജയം ഉണ്ടാകുന്നതാണ്. കൂടാതെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന മേടക്കൂറുകാർക്കും അനുകൂലമാണ്. അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. വിവാഹം, വസ്തു, വ്യാപാരം എന്നിവയിൽ കരാർ ഉറപ്പിക്കുന്നതിന് വളരെ ശ്രദ്ധിച്ചു മാത്രം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. കൗശല ബുദ്ധിയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. നേതൃസ്ഥാനത്തുള്ളവർക്ക് നല്ല സമയമാണ്. പൊതുവെ ഗ്രാമനഗരങ്ങൾക്ക് ഉണർവും ഉത്തേജനവും ലഭിക്കുന്ന കാലഘട്ടമാണ്. കൃഷികർമാദികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭനഷ്ടങ്ങൾ മാറി മറിയുന്നതാണ്. ജോലിഭാരം വർദ്ധിക്കുന്നതാണ്. വാതരോഗികൾക്കും കിടപ്പ് രോഗികൾക്കും പ്രത്യേക ചികിത്സകൾ ആവശ്യമായി വരികയും അങ്ങനെ നല്ല രീതിയിൽ ചികിത്സകൾ നടത്തുന്ന പക്ഷം അനുകൂല ഫലം ലഭിക്കുന്നതുമാണ്. മേടക്കൂറുകാർ ശാസ്താപ്രീതിയും ശിവപ്രീതിയും വരുത്തുക. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ധനുമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പറയാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിലിൽ മേന്മ തെളിയിക്കാൻ അവസരങ്ങൾ വരുന്നതാണ്. അനുകൂലമായിട്ടുള്ള ഗ്രഹ അന്തരീക്ഷവും പ്രതീക്ഷിക്കാവുന്നതാണ്. ബന്ധുജന സമാഗമം, ഭരണ ചുമതലകളിൽ മറ്റുള്ളവരുടെ ആത്മാർത്ഥ സഹകരണങ്ങൾ എന്നിവ ലഭിച്ചു എന്ന് വരികയില്ല. ബന്ധുജന സമാഗമം ഉണ്ടാകുന്നതാണ്. ഭരണ ചുമതലകളൊക്കെ വഹിക്കുന്നവർ മറ്റുള്ളവരുടെ ആത്മാർത്ഥമായ സഹകരണങ്ങൾ ലഭിച്ചു എന്ന് വരികയില്ല. വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ്. വീട് നന്നാക്കാനുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നതാണ്. ദ്രവ്യലാഭം, കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കുക എന്നിവയൊക്കെ ഉണ്ടാകുന്നതാണ്. കൃഷികർമാദികളിൽ നിന്നും മധ്യമമായി ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. കലാരംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും. എഞ്ചിനീയറിംഗ്, ഖനി വ്യവസായം, ക്വാറി വ്യവസായം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് സർക്കാർ ആനുകൂല്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. കലാകായിക രംഗങ്ങളിൽ ശോഭനമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രക്ത, പിത്ത, കഫ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഗ്രഹാന്തരീക്ഷം സമാധാനപരമായിരിക്കും. വിവാഹം ഉറപ്പിക്കുന്നതിനും യാത്രകൾ നടത്തുന്നതിനും ബന്ധുഗൃഹ സന്ദർശനത്തിനുമുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. പുണ്യക്ഷേത്ര ദർശനവും സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കുന്നതുമാണ്. ദോഷപരിഹാരമായി ദേവീപ്രീതിയും ഗണപതി പ്രീതിയും ശിവപ്രീതിയും വരുത്തേണ്ടതാണ്. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ കൊല്ലവർഷം 1201 ധനുമാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് സൗഭാഗ്യത്തിനും ഉന്നത സ്ഥാനലബ്ധിക്കും വളരെ അനുകൂല സമയമാണ്. ദൈവാധീനത്താൽ കർമ്മവിജയവും സമാധാനവും കാര്യലാഭവും അനുകൂലമായി വരുന്നു. കർമ്മത്തിന് ഇടപെട്ട് മന്ദീഭാവം അനുഭവപ്പെടുമെങ്കിലും സ്വപ്രയത്നത്താലോ അധ്വാനത്താലോ അത് പരിഹരിക്കുവാൻ കഴിയുന്നതാണ്. വിദ്യാസ്ഥാപനം നടത്തുന്നവർ, വാഹന വിക്രയം നടത്തുന്നവർ, ചെറു വ്യാപാരികൾ എന്നിവർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഉദരസംബന്ധിയായിട്ടുള്ള അസുഖങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നതാണ്. പുണ്യക്ഷേത്ര ദർശനത്തിന് അനുകൂല സമയമാണ്. സ്ത്രീകൾക്ക് കൂട്ടായ്മകളിൽ ഏർപ്പെടാനും അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാനും അവസരങ്ങൾ ഉണ്ടാകും. സന്താനങ്ങൾക്കുള്ള രോഗങ്ങളാൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് നില ഭദ്രമായി കിട്ടും. കുടുംബസമേതം പോകുന്നതിനും ചിലർക്ക് അവസരമുണ്ടാകും. വാഹനം വാങ്ങുന്നതിന് ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ്. വീട് നന്നാക്കൽ, ആടയാഭരണങ്ങൾ വാങ്ങൽ എന്നിവയെല്ലാം ഈ കാലയളവിൽ തുടക്കം കുറിക്കുന്നതാണ്. ഗ്രഹത്തിൽ പ്രത്യേക വിരുന്നുകാർ വന്നു ചേരുവാൻ അവസരങ്ങൾ ഉണ്ടാകും. ദോഷപരിഹാരമായി വിഷ്ണുവിന് പാൽപായസം,
സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം എന്നിവ നടത്തുക. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ കൊല്ലവർഷം 1201 ആണ്ട് ധനുമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാർക്ക് പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾക്ക് അല്പ കാലതാമസവും തടസ്സവും അനുഭവപ്പെട്ടേക്കാം. ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. കച്ചവട സംബന്ധിയായിട്ടുള്ള ക്ലേശങ്ങളും നഷ്ടങ്ങളും അനുഭവപ്പെടുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കുടുംബത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ചില ചുമതലകൾ വഹിക്കേണ്ടി വരും. മധ്യവയസ്കർക്ക് പ്രവർത്തന രംഗത്ത് മന്ദത അനുഭവപ്പെടും. പിതാവിൽ നിന്നും സ്വത്തുവകകൾ കൈവരുന്നതാണ്. കൂട്ടുകെട്ടുകൾക്ക് അല്പഭംഗം നേരിടുന്നതാണ്. എഴുത്തുകുത്തുകളിൽ നിന്നും ലാഭം ഉണ്ടാകുന്നതാണ്. ജലസംബന്ധിയായിട്ടുള്ള വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നവർക്ക് സാമ്പത്തികം അനുകൂലമായി ഭവിക്കുന്നതാണ്. കമ്പ്യൂട്ടർ, ട്യൂഷൻ സെന്റർ ക്ലാസുകൾ എന്നിവയൊക്കെ നടത്തുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. തന്റെ സംസാരം കൊണ്ട് ചിലർ ശത്രുക്കളായി മാറുവാനിടയുണ്ട്. വാക്കും പ്രവൃത്തിയും നിയന്ത്രിക്കേണ്ടതാണ്. വിദേശത്ത് കുടുംബത്തോടൊപ്പം പോകുവാനുള്ള അവസരങ്ങളുണ്ട്. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കീർത്തിയും ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി അത്ര അനുകൂല മാസമല്ല. ഏതു ദുർഘട ഘട്ടങ്ങളെയും തരണം ചെയ്യുവാൻ കഴിയുന്നതുമാണ്. ദോഷപരിഹാരമായി സർപ്പപ്രീതിയാണ് കർക്കിടകക്കൂറുകാർ വരുത്തേണ്ടത്. കുടുംബ ദേവതാ പ്രീതി വരുത്തുകയും ചെയ്താൽ ദോഷങ്ങൾ പരിഹരിക്കുവാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ കൊല്ലവർഷം 1201 ആണ്ട് ധനുമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യപരമായും സാമ്പത്തികപരമായും മെച്ചപ്പെട്ടു വരുന്ന സമയമാണ്. എങ്കിലും ചെലവുകൾ വർദ്ധിച്ചിരിക്കും. കണ്ഠവേദന, ജലദോഷം എന്നിവ ഇടവിട്ട് അലോസരപ്പെടുത്തിയേക്കാം. ആതുര ശുശ്രൂഷ രംഗത്തും പൊതുജന സേവാ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അനുമോദനങ്ങൾ ലഭിക്കുന്നതാണ്. ഗൃഹനിർമ്മാണത്തിനും പഴയ ഭൂമി വിറ്റ് പുതിയ ഭൂമി വാങ്ങുന്നതിനും കാലം അനുകൂലമാണ്. എന്നാൽ പ്രതീക്ഷിച്ച ഭൂമി കൈവശം വന്നു ചേരുന്നതാണ്. ആവശ്യമായ സാമ്പത്തിക സഹകരണങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഗൃഹയോഗം, വാഹനയോഗം എന്നിവയും സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള മംഗളകർമ്മങ്ങൾ ആസൂത്രണം ചെയ്ത് നടത്തുന്നതിനും അവസരങ്ങൾ ഉണ്ടാകും. ചിലർക്ക് സന്താനത്തിനു വേണ്ടി സാമ്പത്തിക ചെലവുകൾ വഹിക്കേണ്ടതായി വരാം. ഗ്രാമീണ വ്യവസായ രംഗങ്ങളിൽ പുരോഗമനം ഉണ്ടാകുന്നതാണ്. സന്താനങ്ങൾക്ക് വിദേശയോഗമോ അഭീഷ്ട സിദ്ധികളോ ലഭിക്കുവാൻ ഇടവരുന്നതുമാണ്. ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ദേവിക്ക് കുങ്കുമാർച്ചന, ഗണപതിക്ക് കറുകമാല എന്നിവ നടത്തുക. ഇനി നമുക്ക് കന്നിക്കൂറുകാർക്ക് കൊല്ലവർഷം 1201 ആണ്ട് ധനുമാസം എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാർക്ക് വേണ്ടുവോളം ദൈവാധീനവും കർമ്മപുഷ്ടിയും നല്ല അവസരങ്ങളും വന്നു ചേരുന്നതാണ്. പൊതുവെ കന്നിക്കൂറുകാർക്ക് കർമ്മബലം ഉണ്ട് എന്ന് പറയാം. അപ്രതീക്ഷിതമായി തൊഴിലിൽ അംഗീകാരങ്ങളും പാരിതോഷികങ്ങളും കൈവരുന്നതാണ്. കലാകാരന്മാർക്ക് ഉത്തമ സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നതാണ്. ഗുരുസ്ഥാനീയർക്ക് തൊഴിലിൽ അഭിവൃദ്ധിയും അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ്. ഉദ്യോഗതലത്തിൽ അപ്രതീക്ഷിത സ്ഥാനക്കയറ്റവും സ്ഥാനമാറ്റങ്ങളും അനുഭവപ്പെടുന്നതാണ്. കന്നിക്കൂറുകാർക്ക് ശാരീരിക സൗഖ്യം തൽക്കാലം കുറഞ്ഞിരിക്കുന്നതാണ്. ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. എഞ്ചിനീയറിംഗ്, IT, നഴ്സിംഗ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിന് നൂതന അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പുതിയ രംഗങ്ങളിൽ അഡ്മിഷൻ ലഭിക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ദോഷപരിഹാരമായി കന്നിക്കൂറുകാർ ശാസ്താപ്രീതി നടത്തുക, ഇഷ്ടദേവതാ പ്രാർത്ഥനയും കുടുംബദേവതാ പ്രീതിയും വരുത്തേണ്ടതുമാണ്. ഇനി നമുക്ക് തുലാക്കൂറുകാർക്ക് വരുന്ന ധനുമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാർക്ക് വിവാഹ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അനുകൂല സമയമാണ്. യുവജനങ്ങൾക്ക് പ്രത്യേകിച്ച് വീട് വയ്ക്കുവാനുള്ള യോഗം ഉണ്ടാകും. ഭൂമി വാങ്ങുന്നതിനുള്ള യോഗം ഉണ്ടാകുന്നതാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. പൂർവിക കുടുംബത്തിൽ നിന്നൊക്കെ അർഹമായിട്ടുള്ള ധനാഗമനം ഉണ്ടാകുന്നതാണ്. ചിലർക്ക് സുഹൃത്തുക്കളുടെ സഹായത്താൽ വിദേശ യാത്രയ്ക്ക് അവസരമുണ്ടാകും. തൊഴിലിൽ മാറ്റം, പ്രമോഷൻ എന്നിവ ഈ കാലയളവിൽ ലഭിക്കുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ, കാർഷിക രംഗത്തും വ്യവസായ രംഗത്തുമുള്ളവർക്ക് ലാഭം എന്നിവയും ഉണ്ടാകും. അഭിമുഖങ്ങളിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല ഗുരുക്കന്മാരുടെ സഹായത്താൽ പ്രശസ്ത വിജയങ്ങൾ പ്രാപ്തമാകുന്നതാണ്. കേസ് വഴക്കുകളിൽ അല്പസമാധാനം കൈവരുന്നതാണ്. ആരോപണങ്ങൾ ദൈവസഹായത്താൽ നിസ്സാരമായി തരണം ചെയ്യുവാൻ കഴിയുന്നതാണ്. സ്ത്രീകൾ പുതിയ പ്രസ്ഥാനങ്ങളിൽ ഏർപ്പെടുകയും വിജയം കൈവരിക്കുകയും ചെയ്യും. കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്നതാണ്.
ദോഷപരിഹാരമായി ശാസ്താപ്രീതിയും വിഷ്ണുപ്രീതിയുമാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാർക്ക് കൊല്ലവർഷം 1201 ധനുമാസം എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാർക്ക് ശരീരബലം, മനോബലം എന്നിവ അനുഭവപ്പെടുന്നതാണ്. സന്താനങ്ങൾക്ക് ഭാഗ്യ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. പ്രതീക്ഷിക്കാതെ വന്ന സാമ്പത്തിക ദുരിതങ്ങളിൽ നിന്നും തൽക്കാലം മോചനം ലഭിക്കുന്നതാണ്. പോലീസ്, സൈന്യം തുടങ്ങി കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. തൊഴിലിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പൈതൃകമായിട്ടുള്ള സ്വത്തുക്കൾ കൈവന്നു ചേരുന്നതുമാണ്. സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ധൈര്യം, ഊർജ്ജസ്വലത എന്നിവ കൈവരിക്കുന്നതാണ്. യുവതി യുവാക്കന്മാർക്ക് അനുയോജ്യരായിട്ടുള്ള വധൂവരന്മാരെ ലഭിക്കുന്നതാണ്. കൃഷി, ചെറുകിട കച്ചവടം, കുടിൽ വ്യവസായം എന്നിവയിലെല്ലാം ഉയർച്ചയും താഴ്ചയും ഇടവിട്ട് അനുഭവമാകുന്നതാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് വിരാജിക്കുന്നവർക്ക് ആദരവും അംഗീകാരങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. കണ്ണിനും കണ്ടത്തിനുമുള്ള അസുഖങ്ങൾക്ക് പ്രത്യേക ചികിത്സ ആവശ്യമായി വന്നേക്കാം. സന്താനങ്ങൾക്ക് പഠന കാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. ഉദ്യോഗ കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങളും ലഭിക്കുന്നതാണ്. ദോഷപരിഹാരമായി മുരുകന് പഞ്ചാമൃത അഭിഷേകം നടത്തുക. ഇനി നമുക്ക് ധനുക്കൂറുകാർക്ക് കൊല്ലവർഷം 1201 ധനുമാസം എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാലം എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാർക്ക് അപ്രതീക്ഷിതമായിട്ട് ധനലാഭം ഉണ്ടാകുന്നതാണ്. ശാരീരികമായി എന്നാൽ അല്പം സൗഖ്യം കുറയുന്നതുമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാകുമെങ്കിലും മറ്റുള്ളവരുടെ പ്രേരണയാൽ അതൊക്കെ നഷ്ടപ്പെടുന്നതിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ധനം ചെലവ് ചെയ്യുന്ന കാര്യങ്ങളിലും കൊടുക്കൽ വാങ്ങലുകളിലും ശ്രദ്ധിക്കുക. വീട്ടിൽ ചില പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നതാണ്. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ തൊഴിൽ രംഗത്ത് ലഭിക്കുന്നതാണ്. സന്താനങ്ങളെ കൊണ്ട് മുതിർന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. കീർത്തിയും ഉണ്ടാകുന്നതാണ്. യാത്രകൾ മൂലവും കച്ചവടം വഴിയും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഭൂമി സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോഴെങ്കിലും ഉടലെടുത്തേക്കാം. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. താൽക്കാലികമായി ധനനഷ്ടങ്ങളും ഉണ്ടാകാം. അത് സംഭവിക്കാതെ ശ്രദ്ധിക്കുക. പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇക്കാലയളവിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ്. കാർഷിക രംഗത്തും ആരോഗ്യ രംഗത്തുമുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. താൽക്കാലികമായി അനുഭവിക്കുന്ന ശാരീരിക മാനസിക ക്ലേശങ്ങൾ വൈകാതെ മാറിക്കിട്ടുന്നതാണ്. ദോഷപരിഹാരമായി ധനുക്കൂറുകാർ ശാസ്താവിന് നീരാഞ്ജനം, കുടുംബ ദേവതാപ്രീതി, സർപ്പപ്രീതി എന്നിവ വരുത്തുക. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ വരുന്ന ധനുമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് വിദ്യയ്ക്കും കലയ്ക്കും ധനത്തിനും തടസ്സങ്ങളില്ലാതെ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകുന്നതാണ്. അതായത് പൂർണ്ണമായി ദൈവാധീനം ഉണ്ട് എന്ന് തന്നെ പറയാം. കലാപരമായി കഴിവുള്ളവർ ഗുരുവിന്റെ അനുഗ്രഹങ്ങൾ വാങ്ങി തുടക്കം കുറിക്കാവുന്നതാണ്. വാഹനങ്ങൾ വാങ്ങുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ധനം വന്നു ചേരുമെങ്കിലും അല്പം മനസ്സുഖം കുറഞ്ഞേക്കാം. തൊഴിലിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ കഴിയുന്നതാണ്. ക്വാറി, സിമന്റ്, മണൽ, ഗൃഹനിർമ്മാണ സാധനങ്ങൾ എന്നിവ വ്യാപാരം ചെയ്യുന്നവർക്ക് ലാഭകരമാക്കുവാൻ കഴിയുന്നതാണ്. അപ്രതീക്ഷ യാത്രകൾ വേണ്ടിവരുന്നതാണ്. നൂതന ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതാണ്. മുടങ്ങിയിരിക്കുന്ന വിവാഹങ്ങൾ തർക്കങ്ങൾ കൂടാതെ നടത്തുവാൻ സാധിക്കുന്നതാണ്. സന്താനപ്രാപ്തിക്ക് ചിലർക്ക് അനുകൂല സമയമാണ്. യന്ത്ര വ്യവസായം, കുടിൽ വ്യവസായങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കാലം അനുകൂലമാണ്. ദോഷപരിഹാരമായി വ്യാഴപ്രീതിയും കുടുംബ ദേവതാപ്രീതിയും ധനുക്കൂറുകാർ നടത്തേണ്ടതാണ്. കൂടാതെ ഗണപതി ഹോമം, ശിവന് കൂളമാല സമർപ്പണം, ദേവിക്ക് അർച്ചന എന്നിവയും ചെയ്യുക. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ വരുന്ന ധനുമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. ചില കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങളും നേരിട്ടേക്കാം. ഉദ്യോഗ കയറ്റം ഉണ്ടാകുന്നതാണ്. സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ, കൃഷി, വ്യാപാരം കൂടാതെ എഴുത്തുകുത്തുകൾ എന്നിവ മൂലം നേട്ടങ്ങൾ ഉണ്ടാകും. എങ്കിലും അല്പം ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വന്നേക്കാം. അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഉദര രോഗങ്ങൾ എന്നിവ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. പുതിയ ഭരണ ചുമതലകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. മറ്റുള്ളവരുടെ ഇടപെടലുകൾ തടസ്സങ്ങൾ ചിലപ്പോൾ സൃഷ്ടിച്ചേക്കാം. നിയമവിഷയങ്ങളിൽ മധ്യമ വിജയം, വിവാഹപ്രായമായവർക്ക് വിവാഹത്തിന് അനുകൂല സമയം, വിദേശയാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയം എന്നിവയുണ്ട്. പക്ഷേ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. താൽക്കാലികമായി ചില രോഗ ദുരിതങ്ങൾ വന്നുപെട്ടേക്കാം.
സമ്പത്ത്, സൗഭാഗ്യം എന്നിവ ഒപ്പമുണ്ടാകും. പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഗൃഹാന്തരീക്ഷം, സന്താനങ്ങളുടെ പഠനം, ആരോഗ്യം എന്നിവ മധ്യമമായിരിക്കും. ദോഷപരിഹാരമായി ലക്ഷ്മി പൂജ, സരസ്വതി പൂജ, സർപ്പപൂജ, കുടുംബദേവതാ പ്രീതി എന്നിവ നടത്തുക. കൂടാതെ കുടുംബദേവതാ പ്രീതിയും വരുത്തുക. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ കൊല്ലവർഷം 1201 ആണ്ട് ധനുമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്ന സമയമാണ്. പുതിയ വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുന്നതിനും പുതിയ തൊഴിലൊക്കെ ലഭിക്കുന്നതിനും പുതിയ തൊഴിലിലേക്ക് മാറുന്നതിനുമൊക്കെ അനുകൂല സമയമാണ്. പുണ്യസ്ഥല സന്ദർശനങ്ങൾ നടത്തുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ശത്രുക്കൾ കൂടുന്നതാണ്. ഇടവിട്ട് മനസ്സമാധാന കുറവും അനുഭവപ്പെട്ടേക്കാം. പങ്കാളി വഴി കുടുംബ സ്വത്തുക്കൾ വന്നു ചേരുവാൻ അവസരമുണ്ടാകും. ഗുരുക്കന്മാരുടെയും പൂർവികരുടെയും അനുഗ്രഹത്താൽ മാറ്റിവെച്ചിരിക്കുന്ന മംഗളകർമ്മങ്ങൾ ഗൃഹത്തിൽ നടത്തുവാൻ അവസരങ്ങൾ സിദ്ധിക്കും. ആഭരണ നേട്ടം ഉണ്ടാകുന്നതാണ്. ഭൂമി ലാഭം, കൃഷി ലാഭം എന്നിവയും കലാ, സാഹിത്യം, രചന എന്നീ രംഗത്തുള്ളവർക്ക് പ്രശസ്തിയും ഒക്കെ ഉണ്ടാകാം. കൂടാതെ ഈ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അഭിനന്ദനങ്ങളും വന്നു ചേരുന്നതാണ്. ശാരീരികമായി ചില അസ്വസ്ഥതകൾ ഇടവിട്ട് അനുഭവപ്പെട്ടേക്കാം. സ്ത്രീകൾ മുഖാന്തരം സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകാം. സന്താനങ്ങൾക്ക് പഠനകാര്യത്തിൽ പുഷ്ടി ഉണ്ടാകുന്നതാണ്. പുതിയ കൃഷി സംരംഭങ്ങൾ എന്നിവയ്ക്ക് അനുകൂല സമയമാണ്. ദോഷപരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം, ശ്രീകൃഷ്ണന് പാൽപായസം, ഗണപതി പ്രീതി എന്നിവ നടത്തുക. 12 രാശിക്കൂറുകാരുടെയും കൊല്ലവർഷം 1201 ആണ്ട് ധനുമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് അവതരിപ്പിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.